ഇന്ന് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു സിറ്റി കാണാൻ പോവാണ്. ഇവിടെയുള്ള മാർക്കറ്റും അവിടെയുള്ള സാധനങ്ങളും അതിന്റെ വിലയും എല്ലാം നമുക്ക് കാണാം. നമ്മൾ ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണി ഉസ്ബെക്കിസ്ഥാന്റെ 11ാമത്തെ ദിവസമാണ്. എന്താണ് എക്സ്പ്ലോറിംഗ് യൂണി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഫർഗാന സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എൻ്റെ കൂടെ ഫർഗാന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെയും കൂട്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ഇന്ന് ഫർഗാന യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ സാധാരണ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ഒരു മാർക്കറ്റ്, അതായത് ഫർഗാനയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ആ മാർക്കറ്റ് ഒന്ന് കാണാൻ പോകണം. അതുപോലെ അവരെന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാറുള്ളതെന്നും അവരുടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നും പിന്നെ അതിന് എന്തുമാത്രം റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ കൂടെ ഫാത്തിമയും അതേപോലെ തന്നെ ഷെബിനാസും ഉണ്ട്. രണ്ടുപേരും ഇവിടെ പഠിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ നിന്ന് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കൂടെ രോഹിത് സാർ ഉണ്ട്. രോഹിത് സാർ നമ്മൾ ഇന്നലെ കണ്ട പോലെ അനാട്ടമി പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഇവിടെയുള്ള ഫർഗാനയുള്ള മാർക്കറ്റ് നോക്കാം. നമ്മളെല്ലാ സിറ്റിയിലുള്ള മാർക്കറ്റും കുട്ടികൾ മെയിനായിട്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിറ്റിയിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കാം. കുറേ ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ കടകൾ, അത് തുടക്കത്തിൽ തന്നെ പൂവിൻ്റെ കടകളാണല്ലേ. കുറേ പൂവുണ്ട് ഇവിടെ, എല്ലാം ഒറിജിനലാണ് കേട്ടോ. ഈ ഇതിൽ വെച്ചതെല്ലാം ഒറിജിനലാണ്. പിന്നെ ഷൂവിൻ്റെ ആണ്. ഷൂ അല്ല, ഇത് ഹുഫയാണ്. ഹുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഇവർ ഷൂവിൻ്റെ ഉള്ളിലിടുന്ന ഒരു സാധനമാണ് ഈ ഹുഫ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കബാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജാക്കറ്റൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിയതാണ്? എവിടുന്നാണ് വാങ്ങിയത്? ഇവിടെ തന്നെയാണ്, മാർക്കറ്റിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നാട്ടിൽ? അവസാനം കുറച്ച് തരും. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങി വെക്കാം. ഇവരെങ്ങനെ കുറപ്പിക്കുന്നതെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇവിടെ കുറേ ബുക്സിന്റെ കടകളൊക്കെ ഉണ്ട്. എല്ലാം ഉസ്ബെക്കിസ്ഥാനി ബുക്സ് ആണ്. ഹായ് അബൂബക്കർ. അസ്സലാമു അലൈക്കും. ഇവിടെ നന്നും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു മെയിൻ നേറ്റീവ് ഡിഷാണിത്. ഇവര് ഡൽഹിയിൽ ടൈപ്പ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യും, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതാണ്. വെൻ യു ബാക്ക് ഫ്രം ഇന്ത്യ? 2nd January I will go India again. Okay. For work. Okay, how is India? It's very very nice place. You know, the Indian people are really hospitable and very open minded. Thank you. Good Okay, luck. thank you. Bye. ഇവിടെ കുറേ റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഫീലാണ് അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാൻ വന്നത് ഇത്രയും റഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലൂടെ പോകുന്നത്. ഹായ്. ഉസ്ബെക്കിസ്ഥാനിൽ ഇത്രയും റഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലൂടെ ഞാൻ ആദ്യമായിട്ടാണ്. നമസ്തേ. അപ്പോൾ നിങ്ങൾ ഇവിടുന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ്? ഓക്കെ. അപ്പോൾ കുട്ടികളെല്ലാം സാധനങ്ങൾ വാങ്ങുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഫർഗാന യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മലയാളികളുണ്ട്. ഫസ്റ്റ് ഇയറിൽ തന്നെ ഓൾമോസ്റ്റ് 100ന്റെ മുകളിൽ മലയാളി സ്റ്റുഡൻസ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യൻസിനെ ഫിമിലർ ആണല്ലേ. നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ന്യൂ ഇയർ അടുത്തോണ്ടാണോ എന്നറിയില്ല, ഈ മാർക്കറ്റ് നല്ല റഷായിരുന്നു. നമ്മുടെ നാട്ടിലെ മാളുകൾ പോലെയാണ് ഇവിടുത്തെ ഈ മാർക്കറ്റ്. കാരണം പച്ചക്കറി മുതൽ ഡ്രസ്സ് വരെയുള്ള എല്ലാ സാധനവും ഈ മാർക്കറ്റ് കിട്ടും. ഫർഗാനയിൽ ശരിക്കും ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമാണ് ഇന്ത്യക്കാരായിട്ടുള്ളൂ, അല്ലാതെ ടൂറിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ ഏത് സിറ്റിയിൽ പോയാലും കാണുന്ന സാധനമാണ് ഈ സലാഡ്. കാരണം ഇവർ ഈ സുർക്ക സലാഡ് ഒരുപാട് അല്ലേ, വിനാഗിരിട്ട സലാഡ് ഒരുപാട് കഴിക്കാറുണ്ട്. ഈ സലാഡുകളാണ് അവരുടെ മെയിൻ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ ഫുഡ്. അതായത് നോണും സലാഡും ഇതാണ് ഇവരുടെ മെയിൻ ഫുഡ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിന്റെ അടുത്തൊരു സൈഡിലേക്ക് പോവാണ്, നെക്സ്റ്റ് സൈഡിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഫ്രൂട്ട് മാർക്കറ്റിലൂടെ കയറി ഗ്രോസറി മാർക്കറ്റിലെത്തി. അങ്ങനെ അതിലൂടെ നടക്കുന്ന സമയത്ത് സൈഡിൽ മീൻ വെക്കുന്നുണ്ടായിരുന്നു. ഈ മീനുകളൊന്നും കടലിൽ നിന്ന് പിടിച്ചോണ്ടിരുന്നല്ല, ഇതെല്ലാം എന്താണ് ഇവിടെ അക്വേറിയത്തിലും അതുപോലെ തന്നെ കുളത്തിലും ഫ്രഷ് വാട്ടർ ഫിഷാണ് ഇവിടെ ഫുള്ളുള്ളത്. കാര്യം ഇത് ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഡബിൾ ലാൻഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യം കടന്നിട്ട് വേണം ഇവർക്കൊന്ന് കടലിലെത്താൻ. അതുകൊണ്ട് സീ ഫുഡിനെ കുറിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ ആലോചിക്കുകയേ വേണ്ട. പിന്നെ ഇവിടെ എല്ലാ മാർക്കറ്റിലും മീറ്റ് മാർക്കറ്റ് ഉണ്ടാവാറുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി മീറ്റ് കിട്ടും. ടർക്കി കോയിൻ്റെ ഇറച്ചി മുതൽ കുതിരൻ്റെ ഇറച്ചി വരെ ഇവിടെ കിട്ടും. കൊള്ളാം എല്ലാം. ഇത് ഇവിടെ നിന്നല്ലേ നിങ്ങൾ ഈ ബിരിയാണിക്കുള്ള ഇതൊക്കെ വാങ്ങണത്? ഈ മുളകിന് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഉണ്ടാ? നാട്ടിൽ മുളക് തന്നെയാണ്. എരിവുണ്ട്? എരിവില്ല? ഓക്കെ. മുളക് കായമുളകും അതുപോലെ തന്നെ
മസാലപ്പൊടികൾ നിങ്ങൾ എല്ലാ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നന്നാവും. അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിൽ. വലിയുള്ളിയാണ് ഇവിടെ, ചെറിയുള്ളി ഇല്ല ഇവിടെ. അത് നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കില്ല. അപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, നമ്മളെ നാട്ടിലെ പോലെ തന്നെ വാങ്ങാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയുടെ സെഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഭാഗത്ത്. ഉള്ളിയുടെ സെഷനാണ്. വലിയുള്ളി മാത്രമേ ഉള്ളൂ, ചെറിയുള്ളി ഇല്ല. ഫർഗാനയിൽ ഞാൻ കണ്ടേക്കുന്ന നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ആ നോർത്ത് ഇന്ത്യൻ ഫുഡ് മലയാളികൾക്ക് ദഹിച്ച് വരാൻ, അതായത് ഇഷ്ടപ്പെട്ട് വരാൻ നല്ല സമയമെടുക്കും. 3 മാസം 4 മാസം ഒന്നും പോരല്ലേ, അതിലും കൂടുതൽ സമയം എടുക്കേണ്ടാവുന്ന ഇഷ്ടപ്പെട്ട് വരാൻ, അതൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈഡായിട്ട് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവരണം. കാരണം എത്ര ഉണ്ടെന്നാലും നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തീരും. അതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ യൂട്യൂബിലുള്ള വ്ളോഗിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. അതായത് മലയാളി സ്റ്റുഡൻസ് അബ്രോഡ് പഠിക്കുന്ന 7ഓളം രാജ്യങ്ങളിലെ 50ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നേരിട്ട് പോയിട്ട് ആ യൂണിവേഴ്സിറ്റികളിലെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസും ലാബ്സും അവിടെ കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ്സും ഹോസ്റ്റലും ആ സിറ്റിയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സിനോടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അബ്രോഡ് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ തന്നെ ആ മാർക്കറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ കണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. സെക്കൻഡ് ഫ്ലോറിൽ കൂടുതലും നട്ട്സ് ആയിരുന്നു വെക്കുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാനി ബദാമാണ്. ഉസ്ബെക്കിസ്ഥാനി ബദാം ടേസ്റ്റ് ഉള്ളതാണല്ലേ. ഉസ്ബെക്കിസ്ഥാനി ബദാം നമ്മൾ പിസ്ത പോലെ പൊട്ടിച്ച്, നമ്മളതിൽ ബദാം നോർമൽ അല്ലേ, ഇത് പിസ്ത പോലെ പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയാൻ കിട്ടും. നമുക്കൊരു പിസ്ത പോലെ ക്രിസ്പി ആയിട്ട് കഴിക്കാം. സ്വീറ്റ്സ് ബിസ്ക്കറ്റ്സ് എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിസ്ക്കറ്റ്സ് ചിലതൊക്കെ ഞാനവിടെ വാങ്ങി കഴിച്ചോക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാനവിടെ വാങ്ങി കഴിച്ചോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഏതാ ഇതിൽ വലിയ കഴിക്കാൻ പ്രയാസമില്ലാതെ തോന്നിയത്? നമ്മളവിടെ കണ്ടില്ലേ ചോക്ലേറ്റ് പോലൊക്കെ കാണാനുണ്ടാവും, പക്ഷേ ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടും ഹോം മെയ്ഡിൻ്റെ. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും താഴേക്ക് വന്നപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം മുഴുവൻ ബ്രെഡായിരുന്നു വിൽക്കണ്ടായിരുന്നത്. പല തരത്തിലുള്ള പല രൂപത്തിലുള്ള ബ്രെഡുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല കട്ടിയുള്ള ബ്രെഡുകളാണ്. സാധാരണ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇത് ഇഷ്ടാവില്ല. കാരണം നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള ഒരു ബ്രെഡാണ്. നമ്മുടെ നാട്ടിൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ശരിക്കും ഉസ്ബെക്കിസ്ഥാനികൾ രാവിലത്തെ ഫുഡായിട്ട് കഴിക്കുന്നത് ഈ ഒരു ബ്രെഡും സൂപ്പുമാണ്. ഈ ബ്രെഡ് മുറിച്ചിട്ട് സൂപ്പിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നല്ലതെന്ന് വെച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു പുലാവ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അതായത് ഈ മാർക്കറ്റിൽ വരുന്ന എല്ലാവരും പോകുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്, അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ ATM. അതായത് നമ്മൾ ബാക്കിയുള്ള സിറ്റികളിൽ കണ്ടൊക്കെ പോലെ തന്നെയാണ്. ഇതാണ് അവരുടെ ATM. ഇതെന്താ പൈസ ഇവിടെ നിന്നല്ല എടുക്കാറ്? അപ്പോൾ നാട്ടിലെ കാർഡാണ് യൂസ് ചെയ്യുക? നാട്ടിൽ വിസ കാർഡ് ഇവിടെ കിട്ടും. രൂപ കിട്ടുമോ? രൂപ കിട്ടൂല. വിസ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഏത് ബാങ്കാണ് ഏറ്റവും നല്ലത്? ബാങ്ക് ഏതാ നല്ലത്? ഫെഡറൽ ബാങ്കാണ്. ഓക്കെ. കനറ ബാങ്ക് കൊടുക്കൂലേ? അതെ. ഓക്കെ. ഇത് ഇവർ സാധാരണ ഈ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ഇവർ സാധാരണ കഴിക്കുന്ന ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്താക്കാം. ഞങ്ങളങ്ങനെ ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ഹോട്ടലിലേക്ക് പോയി. ആ ഒരു ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ വലിയ പാത്രങ്ങളിൽ പുലാവും മറ്റു കറികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പുലാവും കട്ടൻ ചായയും വാങ്ങി. ഈ പുലാവ് എന്ന് പറയുന്ന ഐറ്റം ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ശരിക്കും നമ്മളെ ബിരിയാണി പോലെ ഐറ്റമാണ്, പക്ഷേ എരിവൊന്നും ഉണ്ടാവില്ല. ഉണക്കമുന്തിരി ഇട്ടിട്ട് അതിൻ്റെ ഒരു മധുരമാണ് സാധാരണ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നല്ല ഓയിലി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അങ്ങനെ ഞാൻ പുലാവ് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മറ്റുള്ള സിറ്റികളിൽ നിന്ന് ഞാൻ കഴിച്ച പുലാവിൽ നിന്ന് ഇതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അരിക്കും വേവിനും എല്ലാം ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെ ഉസ്ബെക്കിസ്ഥാനിൽ കഴിച്ചതിൽ ഏറ്റവും നല്ല റോഷാണ് ഈ റോഷ്. ടേസ്റ്റ് ഉണ്ട്, കാരണം ബാക്കിയുള്ളതൊന്നും എനിക്ക് വേവാത്തോണ്ട് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സും ജാക്കറ്റും ബൂട്ടും തൊപ്പിയൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്ത് റേറ്റ് ഉണ്ട് ജാക്കറ്റിനൊക്കെ? അത്രേ ഉള്ളൂ. നാട്ടിൽ 800 ആ റേഞ്ച് ഉള്ളൂ. ജാക്കറ്റ് ഇവിടുന്ന് മേടിക്കുന്നതാണോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മേടിക്കുന്നതാണോ നല്ലത്? എന്തായാലും കുറച്ച് തണുപ്പ് ഇതാക്കുന്ന വാങ്ങുന്നല്ലായിരിക്കും, തണുപ്പ് കൊള്ളുന്നത്. കാരണം ചിലർക്ക് വരുമ്പോ നാട്ടിൽ നിന്ന് ക്ലൈമറ്റ് വരുമ്പോൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവല്ലോ. കുറച്ച് തണുപ്പ് ഇതാ നിൽക്കുന്നത് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഫുൾ ജാക്കറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഓരോ ഭാഗത്ത് ഓരോ
സാധനങ്ങളുടെ സെക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ജാക്കറ്റ്സിൻ്റെതാണ്. ആ ഒരു മാർക്കറ്റ് മുഴുവൻ ഞങ്ങൾ നടന്നു കണ്ടതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കർസിങ്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കർസിങ്കയിലേക്ക് പോയി. കർസിങ്ക ഒരു മാളിൻ്റെ ഉള്ളിലാണ്. ഞങ്ങളപ്പോൾ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടിപ്പം ഇവിടെ അടുത്ത് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് ഒരു മാളുണ്ട്, അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നൊരു മാൾ. അപ്പോൾ ആ മാളിലേക്ക് ഒന്ന് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ മൂപ്പർക്ക് ഹിന്ദുസ്ഥാൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ നമ്മളുള്ളത് ഫർഗാനയിലുള്ള കുട്ടികൾ സാധാരണ പോകുന്ന ചെറിയ ഒരു ഷോപ്പിംഗ് മാളിലാണ്. ഇതാണ് ആ ഷോപ്പിംഗ് മാൾ. അപ്പോൾ ആ ഷോപ്പിംഗ് മാളിലൊന്ന് കയറി വെക്കാം. ഞങ്ങൾ ആദ്യം അവിടെ ഒരു ഷൂവിൻ്റെ സെക്ഷനിലേക്ക് പോയി. 1000 മുതൽ 5000 രൂപ വരെയുള്ള ഷൂകൾ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഷൂവിൻ്റെ വില കേട്ടാൽ നമ്മളെ കണ്ണ് തള്ളും. 2 ലക്ഷം 4 ലക്ഷമൊക്കെയാണ് വില ഉണ്ടാവുക. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1000 to 5000 രൂപേൻ്റെ ഉള്ളിലൊക്കെയാണ് വരെ ഇതിന്. ഷൂവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം സോമോ, ഓൾമോസ്റ്റ് നാട്ടിലെ 4000 രൂപ ആ ഒരു റേഞ്ചിലാണ്. 4000-5000 രൂപക്കൊക്കെയാണ് ഈ ഒരു ഷൂകൾ വരുന്നത്. എല്ലാം അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാ ഷൂകളും ഓൾമോസ്റ്റ് ആ റേറ്റ് തന്നെയാണ്. 2 ലക്ഷം 3 ലക്ഷം. ബൂട്ട് ടൈപ്പ് കുറേ ഉണ്ട്, കാരണം ഇവിടെ അത്യാവശ്യം തണുപ്പായതുകൊണ്ടും പിന്നെ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യുന്നതുകൊണ്ട് ബൂട്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് റേറ്റ് ബുക്സിൻ്റെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ? 500-400 ആ റേഞ്ച് തന്നെയാണ്. ചില ഇംഗ്ലീഷ് ബുക്കുകളുണ്ട്, അതായത് നമുക്കറിയാവുന്ന തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, പിന്നെ അതേപോലെ തന്നെ റോബിൻ ശർമ്മൻ്റെ, ഇന്ന ബൈക്കാണ് റോബിൻ ശർമ്മൻ്റെ പിന്നെ ഹു വിൽ ക്രൈ ഹു വിൽ ഡൈ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ചുറ്റി നടന്ന സാധനങ്ങളുടെ വില നോക്കിക്കൊണ്ടിരുന്നു. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ലൈവായിട്ട് റൊട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വലിയൊരു മൈദക്കട്ടെടുത്ത് അത് ചൂളയിലിട്ട് ചുട്ടാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നത്. അത് ചൂളയിലേക്ക് വെക്കുന്നതും എടുക്കുന്നതൊക്കെ കാണാനൊരു രസമാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടൂലേ? ഈ അർജൻറ്റായിട്ടില്ല. പിന്നെ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് അങ്ങനെയൊക്കെ വാങ്ങുന്നവരാണ് ഇവിടുന്ന് വാങ്ങാറ്. അങ്ങനെ അതും കണ്ട് ഞങ്ങളിങ്ങനെ ഓരോ സാധനത്തിൻ്റെ വില നോക്കി നടക്കുകയാണ്. പാലിന് ഓൾമോസ്റ്റ് 10,490 സോമാണ്. നാട്ടിൽ ഓൾമോസ്റ്റ് 70 രൂപ വരും 1 ലിറ്ററിന്. അവിടെ ഒരു ഭാഗത്ത് കുറച്ച് സീ ഫുഡൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കടലില്ലാത്ത രാജ്യമാണ്, അതുകൊണ്ട് ഇത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തതായിരിക്കും. അതുകൊണ്ട് അത്ര ഫ്രഷ് ആയിരിക്കാൻ സാധ്യതയില്ല. സാധനങ്ങൾക്കൊക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ അതേ റേറ്റാണ്. ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോയ സമയത്ത് ഓൾമോസ്റ്റ് 1000 to 1500 റേഞ്ചിലാണ് ഷർട്ടും പാൻറ്റും സ്കേർട്ടും എല്ലാം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളും നോക്കി നടക്കുന്ന സമയത്താണ് ഒരു സാധനം എൻ്റെ കണ്ണ് പെട്ടത്. നമ്മുടെ നാട്ടിലെ തേങ്ങ. അതിൻ്റെ വില കേട്ടപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിയത്. അതായത് നാട്ടിലെ 319 രൂപ ഒരു തേങ്ങൻ്റെ റേറ്റാണ്. 319 രൂപ. ഇങ്ങനെയാണെങ്കിൽ നാട്ടിൽ നിന്ന് തേങ്ങ ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ബിസിനസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ ഒരു മാർക്കറ്റ് മുഴുവൻ ചുറ്റി കാണുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രിയത്തെ ഫുഡ് എവിടുന്ന് കഴിക്കാന്ന് വെച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഇവിടെ കുറഞ്ഞ റേറ്റിൽ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുന്ന ഒരു കട ഉണ്ട്. മോസ്റ്റ്ലി ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അവിടെ നിന്നാണ് കഴിക്കാറുള്ളതെന്നാണ്. എന്നാൽ പിന്നെ അതൊന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തുള്ള വോദി ഫുഡ് എന്ന് പറഞ്ഞ ഒരു കഫറ്റീരിയാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബ്രോസ്റ്റഡ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം വോദി ഫുഡിൻ്റെ മുന്നിലാണുള്ളത്. ഇതാണ് വോദി ഫുഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം. കുട്ടികൾ പറഞ്ഞ അതേ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെ ഞാൻ ഓർഡർ ചെയ്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു ഏവറേജ് ബ്രോസ്റ്റഡ് ചിക്കനാണത്. എനിക്ക് തോന്നുന്നത് കുട്ടികൾ ഈ ഹോസ്റ്റലിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടെന്ന്. അവിടുന്ന് ഞങ്ങൾ നേരെ സെൻട്രൽ പാർക്കിലേക്ക് പോയി. ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കുറേ ചെറിയ ചെറിയ കടകളിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 1-2 റൈഡുകളിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടന്നു. കറക്റ്റ് നമ്മുടെ നാട്ടിലൊരു പള്ളി പെരുന്നാളിന് അല്ലെങ്കിൽ ഉത്സവത്തിന് പോയൊരു ഫീലാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ, പല ആക്ടിവിറ്റീസ്. നമ്മൾ നാട്ടിൽ കാണുന്ന എല്ലാ സാധനവും ഓൾമോസ്റ്റ് ഉണ്ട്. സെൻട്രൽ പാർക്ക് കണ്ടുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം വൈകാതെ നേരെ എൻ്റെ റൂമിലേക്ക് പോകുന്നു.